ജന്മഭൂമി പ്രധാന വാർത്തകൾ. RSS സമന്വയ ബൈഠക്കിന് തുടക്കം. പാലക്കാട്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ തുടക്കമായി. സ്ത്രീ സുരക്ഷയ്ക്കുള്ളത് കർശന നിയമങ്ങൾ. ശിക്ഷ അതിവേഗം വിധിക്കണം മോദി. ന്യൂഡൽഹി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയാൻ രാജ്യത്തുള്ളത് കർശന നിയമങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേസുകളിൽ വേഗത്തിൽ തീരുമാനമെടുത്താൽ അത്രയുമധികം സുരക്ഷിതത്വം അവർക്കുറപ്പാക്കാനാകും. ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനം ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിൽ ഗൗരവമുള്ള ആശങ്കയുയർത്തുന്നതാണ്. 2019 അതിവേഗ കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഇവർക്കു നീതി വേഗത്തിൽ ലഭ്യമാക്കാനാണ്. ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിന്റെ ഏകോപനത്തിനായി ജില്ലാ ജഡ്ജിയും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ചേർന്നുള്ള നിരീക്ഷണ സമിതികൾക്ക് ഏറെ പങ്കുണ്ട്. എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നതാണ് ആവശ്യം. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അതിവേഗത്തിൽ വിധിയുണ്ടാകണം. രാജ്യത്തെ ജില്ലാ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് 4.5 കോടി കേസുകളാണ്. നീതിന്യായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 8000 കോടി രൂപ ചെലവഴിച്ചു. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ ജുഡീഷ്യൽ മേഖലയിൽ കേന്ദ്ര സർക്കാർ ചെലവിട്ട തുകയുടെ 75% കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെലവഴിച്ചതാണ്. 10 വർഷത്തിനുള്ളിൽ 7500 കോടതി മുറികളും 11,000 റെസിഡൻഷ്യൽ യൂണിറ്റുകളും ജില്ലാ നീതിന്യായ വകുപ്പിനായി തയ്യാറാക്കി. കോടതികളുടെ ഡിജിറ്റൽ വൽക്കരണവുമുണ്ടായി. സുപ്രീം കോടതിയുടെ 75 വർഷങ്ങൾ ജനാധിപത്യത്തിൻ്റെ മാതാവായ ഭാരതത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നു. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്ന് രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മോദി കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് BR ഗവായ്, കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ, അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി എന്നിവർ പ്രസംഗിച്ചു. കുറ്റക്കാരെ ശിക്ഷിക്കണം, സിനിമയെ തകർക്കരുത് മോഹൻലാൽ. ഉത്തരവാദിത്വം അമ്മയ്ക്ക് മാത്രമല്ല. തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ലെന്ന് നടൻ മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, പക്ഷേ അതിൻ്റെ പേരിൽ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കരുത്, മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജിവെച്ച അമ്മ ഭരണസമിതി പ്രസിഡന്റ് കൂടിയായിരുന്ന മോഹൻലാൽ. അമ്മ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയല്ല, കലാകാരന്മാരുടെ ക്ഷേമത്തിനുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി പരാമർശത്തെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചും മറുപടി പറയേണ്ടത് അമ്മയല്ല. 20ലേറെ സിനിമാ സംഘടനകളുണ്ട്. അവരുടെ അഭിപ്രായവും കേൾക്കണം. സിനിമാ ലോകം മുഴുവൻ മറുപടി പറയണം. പരാതികൾ അന്വേഷിക്കാനും കുറ്റക്കാരെ കണ്ടെത്താനും ശിക്ഷിക്കാനും സർക്കാരും പോലീസും കോടതിയുമുണ്ട്. പരാതിയുള്ളവർ പോലീസിനെ സമീപിക്കണം. അല്ലാതെ എന്തിനും ഏതിനും ഒരു സംഘടനയെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ല. ഷൂട്ടിങ്ങും ഭാര്യയുടെ ചികിത്സ സംബന്ധിച്ച തിരക്കുമായതിനാലാണ് പ്രതികരിക്കാൻ വൈകിയതെന്നും അല്ലാതെ ഒളിച്ചോടിയതല്ലെന്നും മോഹൻലാൽ പറഞ്ഞു. സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം അവാർഡ് കണ്ണൂർ സർവകലാശാലയ്ക്ക്. കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിക്കുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ 2022-23 വർഷത്തെ അവാർഡിന് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് അവാർഡ്. മികച്ച NSS പ്രോഗ്രാം കോഓർഡിനേറ്റർമാർക്കുള്ള അവാർഡിന് സർവകലാശാല NSS സെല്ലിൻ്റെ കോർഡിനേറ്റർ ഡോക്ടർ TP നഫീസ ബേബി അർഹയായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 3 വർഷങ്ങളിലായി നടത്തിയിരുന്ന 101 NSS യൂണിറ്റുകളാണ് ഉള്ളത്. കേസ് തീർന്നു. ETC പൂമംഗലം മഴൂർ മടക്കാട് റോഡിന് ശാപമോക്ഷം. തളിപ്പറമ്പ്. ഏറെ കാത്തിരിപ്പിനു ശേഷം ETC പൂമംഗലം മഴൂർ മടക്കാട് റോഡ് നവീകരണം യാഥാർത്ഥ്യമാകുന്നു. ടെൻഡർ പൂർത്തിയായിട്ടും നിരവധി നാളുകളായി കേസിൽപ്പെട്ട് റോഡ് പ്രവൃത്തി തുടങ്ങുന്നത് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. ടെൻഡറിൽ പങ്കെടുത്ത് കരാർ ലഭിച്ച ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കരാർ നൽകിയ നടപടിയെ ചോദ്യം ചെയ്ത് ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനിയായ ഇരിക്കൂർ
കൺസ്ട്രക്ഷൻ നൽകിയ കേസിലാണ് സൊസൈറ്റിക്ക് കരാർ നൽകിയ നടപടി ശരിവച്ചത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്ന റോഡ് KRFB പരിശോധന നടത്തി എസ്റ്റിമേറ്റ് കിഫ്ബിയിൽ സമർപ്പിക്കുകയും 2022 ഓഗസ്റ്റിൽ കിഫ്ബി 63-64 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകുകയും ചെയ്തു. 100 ഏക്കർ തരിശുരഹിതമാക്കാൻ ലക്ഷ്യമിട്ട് ചെറുപുഴ കൃഷിഭവൻ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തരിശിട്ട കൃഷിസ്ഥലങ്ങൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കാനുള്ള ശ്രമവുമായി ചെറുപുഴ കൃഷിഭവൻ. ചെറുപുഴയിലും സമീപ പഞ്ചായത്തുകളിലുമുള്ള കൃഷിയിൽ താൽപ്പര്യമുള്ള ഗ്രൂപ്പുകളെയും വ്യക്തികളെയും കണ്ടെത്തി അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ സാങ്കേതിക സഹായവും ജനകീയ ആസൂത്രണം വഴിയും കൃഷി വകുപ്പ് വഴിയുമുള്ള ലഭ്യമാക്കുന്ന സാമ്പത്തിക സഹായവും ലഭ്യമാക്കും. തരിശുഭൂമിയിൽ പച്ചക്കൃഷി ചെയ്യുന്ന കർഷകന് ഹെക്ടറിൽ 37,000 രൂപയും സ്ഥലമുടമയ്ക്ക് 3,000 രൂപയും ആകെ 40,000 രൂപ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുമുണ്ട്. സുസ്ഥിര പച്ചക്കറി കൃഷിക്ക് 25,000 രൂപയാണ് ലഭിക്കുന്നത്. കൂടാതെ ഹോർട്ടിക്കൾച്ചർ മിഷൻ, സുഗന്ധവിള വികസനം തുടങ്ങിയ പദ്ധതികളിലൂടെ നടീൽ വസ്തുക്കളും വിതരണം ചെയ്തിട്ടുണ്ട്. വാഴ, കൊക്കോ, ജാതി, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ തുടങ്ങിയ വിളകളാണ് വർഷങ്ങളായി തരിശിട്ട സ്ഥലം ഏറ്റെടുത്ത് കർഷകർ പ്രധാനമായും ചെയ്യുന്നത്. ആറളത്ത് 220 പേർക്ക് വാസയോഗ്യമായ സ്ഥലം നൽകാൻ നടപടിക്ക് നിർദ്ദേശം. കൈവശരേഖ അനുവദിക്കുന്നതിനുള്ള നിയമാനുസൃത നടപടി സ്വീകരിക്കുന്നതിന് ITDP പ്രോജക്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഇരിട്ടി ആറളം പുനരധിവാസ മേഖലയിൽ വാസയോഗ്യമായ 555 പ്ലോട്ടുകൾ നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച 220 പേർക്ക് വിതരണം ചെയ്യുന്നതിനായി തഹസിൽദാർ, സർവേയർമാർ എന്നിവരുമായി കൂടിയാലോചിച്ച് കൈവശരേഖ അനുവദിക്കുന്നതിനുള്ള നിയമാനുസൃത നടപടി സ്വീകരിക്കുന്നതിന് ITDP പ്രോജക്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ വികസന സമിതിയിൽ ഡെപ്യൂട്ടി കളക്ടർ LR അറിയിച്ചു. ആറളം പുനരധിവാസ മേഖലയിൽ 2024 ജൂലൈ 5-ന് 307 കൈവശാവകാശ രേഖകൾ റദ്ദ് ചെയ്തതിൽ നിലവിൽ 1 മാസം കാലാവധി കഴിഞ്ഞതിനാൽ പ്ലോട്ടുകളുടെ സർവേ നടപടികൾ കൂടി ആരംഭിക്കുന്നതിന് ഇരിട്ടി തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയതായി ഡെപ്യൂട്ടി കളക്ടർ LR അറിയിച്ചു. കരിന്തളം വയനാട് 400 kV വൈദ്യുതി ലൈനിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സ്ഥലം നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാനും നിർത്തിവെച്ച പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആവശ്യപ്പെട്ടു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് KSEB ചെയർമാൻ പങ്കെടുക്കുന്ന യോഗം സെപ്റ്റംബർ 3-ന് കണ്ണൂരിൽ ചേരുമെന്ന് ADMK നവീൻ ബാബു അറിയിച്ചു. പ്രധാനപ്പെട്ട റൂട്ടുകളിൽ പോലും നിലവിൽ രാത്രികാലങ്ങളിൽ ബസ്സുകൾ ഓടുന്നില്ലെന്നും ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെന്നും ഇതിന് പരിഹാരം കാണാൻ മോട്ടോർ വാഹന വകുപ്പ് ഉടൻ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൈവ സംരക്ഷകൻ ഷിംജിത്തിനെ തേടി വീണ്ടും സംസ്ഥാന പുരസ്കാരം. ഇരിട്ടി നമ്മുടെ പാരമ്പര്യ ജൈവ സംരക്ഷണ പ്രവർത്തനത്തിൽ ജീവിതം ഉഴിഞ്ഞുവെച്ച് ഒരേ സമയം ജൈവ കാർഷിക മേഖലയിലും ഔഷധ കൃഷിയിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തി പ്രവർത്തിക്കുന്ന തില്ലങ്കേരി സ്വദേശി N ഷിംജിത്തിനെ തേടി വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമെത്തി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സംസ്ഥാനത്തെ മികച്ച ജൈവ സംരക്ഷക കർഷകനുള്ള അവാർഡാണ് ഷിംജിത്തിന് ലഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് ഷിംജിത്തിന് അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം സന്ദർശിക്കുന്ന ആരും സംശയലേശമന്യേ പറയും. ശുഭദിനം. നന്ദി.